നമസ്കാരം. റിതം സമീക്ഷയിലേക്ക് ഏവർക്കും വളരെ സന്തോഷത്തോടെ സ്വാഗതം. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളിലേക്ക് ഒരു പുതിയ നൃത്തരൂപം പഠിപ്പിക്കുക എന്നുള്ള ഒരു ദൗത്യവുമായിട്ടാണ്. നമ്മൾക്കറിയാം, മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യം മുതൽ തന്നെ നൃത്തം അതിൻ്റെ പ്രാധാന്യം ഓരോ കാലഘട്ടത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൃത്തം എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ താളാത്മകമായി ചലിപ്പിക്കുന്ന ഒരു പ്രക്രിയയ്ക്കാണ് നൃത്തം എന്ന് നമ്മൾ പറയുന്നതും. നൃത്തത്തിൻ്റെ ഉത്ഭവം ആദ്യകാലങ്ങളിൽ, അതായത് BC 8000 ഗുഹാചിത്രങ്ങളിലും അതുപോലെ തന്നെ BC 3300 ഈജിപ്ഷ്യൻ പിരമിഡ്സിലും ഒക്കെ നമുക്ക് ഈ ഒരു നൃത്തത്തിൻ്റെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത് തന്നെയാണ്. നമ്മൾക്ക് ഏറെ പരിചിതമായ ക്ലാസിക്കൽ നൃത്തരൂപം അല്ലെങ്കിൽ നാടോടി നൃത്തരൂപം, ഇതുപോലെ തന്നെ ഏറ്റവും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്ന ഒരു നൃത്തമാണ് വെസ്റ്റേൺ നൃത്തരൂപങ്ങൾ, അതായത് പാശ്ചാത്യ നൃത്തരൂപങ്ങൾ. അതിനും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഹിസ്റ്ററീസ് നമുക്ക് പഠിക്കാനുമുണ്ട്. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ വെസ്റ്റേൺ ഡാൻസിൽ തന്നെ നമ്മൾ പറയുകയാണെങ്കിൽ സൽസ, ബാലറ്റ്, ബോയിങ്, ഹിപ്പ് ഹോപ്പ്, ഇതുപോലുള്ള വിവിധ തരം സ്റ്റൈലുകൾ നമുക്ക് കാണാം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിലെ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു ശൈലിയുടെ ബേസ് മുതലുള്ള സ്റ്റെപ്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. ഇത് നമ്മൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്, നമ്മളോട് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ സന്തോഷത്തോടെ ഈ ഒരു എപ്പിസോഡിലേക്ക്, അല്ലെങ്കിൽ ഇനി വരുന്നൊരു എപ്പിസോഡിലേക്ക് നമ്മളുടെ കൂടെ യാത്ര ചെയ്യുന്നത് ഒരു പ്രഗത്ഭനായ കൊറിയോഗ്രാഫറും അതുപോലെ തന്നെ ഒരു സ്റ്റേജ് പെർഫോമറുമായ റിതംസിൻ്റെ ട്യൂട്ടർ കൂടിയായ ജെറി കെ കുഞ്ഞുമോനെയാണ്. വളരെ സന്തോഷത്തോടെ ഞാൻ ഈ എപ്പിസോഡിലേക്ക് ജെറിയെ സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ ജെറി, ഞങ്ങളുടെ ഈ ഒരു പഠന പ്രക്രിയ യാത്രയിലേക്ക് വളരെ സന്തോഷത്തോടെ സ്വാഗതം. ഞങ്ങൾക്ക് ജെറിയിൽ നിന്ന് കൂടുതൽ അറിയേണ്ടത് ഹിപ്പ് ഹോപ്പിനെ കുറിച്ചാണ്. അപ്പോൾ എനിക്കും എൻ്റെ അറിവുകൾ ഷെയർ ചെയ്യാൻ സന്തോഷമുണ്ട്. ഓക്കെ, വളരെ സന്തോഷം ജെറി. നല്ലൊരു പെർഫോമറാണ്, അതുപോലെ തന്നെ കൊറിയോഗ്രാഫറാണ്. അപ്പോൾ നമുക്ക് ഹിപ്പ് ഹോപ്പിനെ കുറിച്ചുള്ള സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ജെറിയിൽ നിന്ന് അറിയാം. ജെറി, ഈ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഒരു കലാരൂപം 1970s ഇത് ആരംഭിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി ഒരു ചെറിയ ബ്രീഫ് ഹിസ്റ്ററി ഞങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യുമോ? ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് അമേരിക്കൻസും ലാറ്റിൻ അമേരിക്കൻസും ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്നുണ്ടായ ഒരു കൾച്ചറാണ്. അന്ന് അവിടെ റേസിസം ഒക്കെ കൂടിയിരിക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ അവരെ എക്സ്പ്രസ് ചെയ്യാൻ, അവർക്കൊരു ഫ്രീഡം ലഭിക്കാൻ, എല്ലാവരെയും യുണൈറ്റ് ചെയ്യാനുള്ള ഒരു കൾച്ചറായിരുന്നു ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത്. അത് പിന്നീട് പല എലമെൻറ്റ്സ് ആയിട്ട് തിരിഞ്ഞ് ഇപ്പോൾ മോഡേൺ ഹിപ്പ് ഹോപ്പായിട്ടും പല വേറെ സ്റ്റൈൽസ് ആയിട്ടും മാറി വരുന്നുണ്ട്. ഇപ്പോഴും അത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റൈലാണ് ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഹിപ്പ് ഹോപ്പിന്റെ ഒരു ഫൗണ്ടേഷൻസ്, അതായത് ആദ്യം ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ മ്യൂസിക്കിൽ നിന്നാണല്ലോ നമ്മുടെ ഈ നൃത്ത രൂപത്തിലേക്ക് വരുന്നത്. അപ്പൊ അതൊരു 5 എണ്ണം ഉണ്ടെന്നാണ് എനിക്ക് കേട്ട് കേൾവി. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാവോ? ഹിപ്പ് ഹോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് ബേസിക്കലി 5 എലമെന്റ്സ് ആണ് അതിനകത്തുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് അത് റാപ്പാണ്, മ്യൂസിക്കിൽ നിന്ന്. MCing എന്നും പറയും. പിന്നെ ഉള്ളത് ബീറ്റ് ബോക്സിങ് വരും. ബീറ്റ് ബോക്സിങ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ മൗത്ത് യൂസ് ചെയ്ത് ബീറ്റ്സ് ഉണ്ടാക്കുന്ന പ്രോസസ്സിനെയാണ് ബീറ്റ് ബോക്സ് എന്ന് പറയുന്നത്. എനിക്ക് അറിയാവുന്ന രീതി ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ തന്നെ പഠിച്ച രീതിയിലാണ്. ഇങ്ങനെയാണ്. ഇത് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ഇതിലും അഡ്വാൻസ് ആയിട്ട് ഇപ്പം പലരും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ പഠിച്ചതേ ഉള്ളൂ. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞത് MCing ഉണ്ട്, റാപ്പ്, പിന്നെ ബീറ്റ് ബോക്സിങ്, പിന്നെ ഉള്ളത് ബ്രേക്ക് ഡാൻസ് എന്ന് പറയും. നമ്മൾ പലപ്പോഴും പല ആൾക്കാരും ബ്രേക്ക് ഡാൻസ് നമ്മൾ മലയാളികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് വെച്ചാൽ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞാണ്. ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നത് ഈ 1970s ഇവോൾവ് ആയ ഹിപ്പ് ഹോപ്പിന്റെ ഒരു പാർട്ടാണ്. ബ്രേക്ക് ഡാൻസ് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് എന്നും പറയും, ബോയിങ് എന്നും പറയും. ഇത് ചെയ്യുന്ന, അതായത് ബ്രേക്കിംഗ് ചെയ്യുന്ന വ്യക്തികളെ, ആൺകുട്ടികളെ ബോയ്സ് എന്നും പറയും, ചെയ്യുന്ന പെൺകുട്ടികളെ ഗേൾസ് എന്നും പറയും. ഇതെന്ന് വെച്ചാൽ സാധാ സിനിമാറ്റിക് ഡാൻസ് അല്ല. ഈ ബ്രേക്കിംഗ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ടോപ്പ് റോക്ക് എന്ന് പറയും, മേളിൽ ചെയ്യുന്ന സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ ഡൗൺ റോക്ക് ഉണ്ട്, താഴെയുള്ള സ്റ്റെപ്സ് ഉണ്ട്, പിന്നെ പവർ മൂവ്സ് ഉണ്ട്. പവർ മൂവ്സ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണമെന്നില്ല, പക്ഷെ നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി പഠിക്കാം. പിന്നെ ഉള്ളതാണ് ഫ്രീസ്. ഒരു മൂവ്മെന്റ് ചെയ്ത് ഫ്രീസ് ചെയ്യുന്നതിനെയാണ്. അത് ചിലപ്പം നമ്മളെ 2 ഹാൻഡ്സിലായിരിക്കും, 1 ഹാൻഡിലായിരിക്കും. അങ്ങനെ പല രീതിയിലാണ് ബ്രേക്കിങ് വരുന്നത്. അത് കഴിഞ്ഞുള്ളതാണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. ഗ്രാഫിറ്റി എന്ന് പറഞ്ഞാൽ ഇതൊരു ആർട്ട് ഫോമാണ്. ആർട്ട് ഫോം എന്ന് പറയുമ്പോൾ പലരും അന്ന് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഭിത്തികളിൽ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്ത് ചെയ്യുന്നതാണ്.
ഇപ്പോഴും അത് ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം പലരും അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പണ്ടിത് പലർക്കും താല്പര്യമില്ലായിരുന്നു. ഇപ്പം പലരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പെയിന്റിങ് പോലെ, ഒരു സ്പ്രേ പെയിന്റിങ് പോലെയുള്ള ഒരു ആർട്ടാണ് ഗ്രാഫിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏറ്റവും അവസാനമല്ല DJ എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും എല്ലാവർക്കും അറിയാം DJ എന്തുവാണ്. നമ്മൾ കോളേജുകളിലും സ്കൂളുകളിലും എല്ലാം ആർട്ട് ഡേയ്സ് ഒക്കെ വരുമ്പോൾ DJ കൊണ്ടുവരും. ആ DJയും അന്ന് ഇവോൾവ് ആയ ഒരു ആർട്ട് ഫോം ആണ്. ഹിപ്ഹോപ്പിന്റെ ഒരു എലമെന്റ് ആണ് DJ. ഇത്രയാണ് 5 എലമെന്റ്സ്. ഇപ്പൊ നമ്മളിത് ഒന്ന് ജസ്റ്റ് അതിനകത്തൊന്ന് കയറിയപ്പോൾ തന്നെ എന്തോരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അറിവാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ? അപ്പോൾ ഈ ഹിപ്പ് ഹോപ്പിന്റെ ബേസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അതായത് ഈ നൃത്തം പോകുന്നത് ഈ ഒരു ഫൗണ്ടേഷനിൽ കൂടെ ആണല്ലോ. ആ 5 ഫൗണ്ടേഷൻസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഹിപ്പ് ഹോപ്പ് ഇത്ര എലമെന്റ്സിൽ നിന്ന് ഇവോൾവ് ആയ പിന്നെ ഒരു ഡാൻസ് ഫോം ആയിട്ട് വന്നതാണ് ഹിപ്പ് ഹോപ്പ് ഡാൻസ് എന്ന് പറയുന്നത്. ആ ഒരു ഹിപ്പ് ഹോപ്പ് ഡാൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് നമുക്ക് ഇന്ന് നോക്കാം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് 4 ആയിട്ട് തിരിക്കാം. ബേസിക്കലി ഹിപ്പ് ഹോപ്പ് ഡാൻസ് എന്ന് പറയുന്നത് ഗ്രൂവ് ആണ്. ഗ്രൂവ് എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ ബോഡി തന്നെ അനങ്ങത്തില്ലേ, അതാണ് ഗ്രൂവ് എന്ന് പറയുന്നത്. പാട്ടിനെ റെപ്രസെന്റ് ചെയ്യുക നമ്മുടെ ബോഡിയിൽ പാട്ടിനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ഗ്രൂവ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഗ്രൂവ് നമുക്ക് പല രീതിയിൽ ചെയ്യാം. ആ 4 ബേസിക് ആയിട്ടുള്ള ഫൗണ്ടേഷൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഞാനിതൊരു ജസ്റ്റ് ഇൻട്രോ ആയതുകൊണ്ടാണ് ഇത്രയും ഒരു തിയറി പാർട്ടിലേക്ക് കയറിയത്. കാരണം നമ്മൾ ഏതൊരു ആർട്ട് ഫോം പഠിക്കുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു ഹിസ്റ്ററീസും അതിൻ്റെ ഒരു ബേസ് കാര്യങ്ങളും എന്താണെന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ ഒരു ഇത്രയും തിയറിയിലേക്ക് നമ്മൾ കയറാനുള്ളൊരു റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 5 ഫൗണ്ടേഷനിൽ ഓരോന്നുണ്ടല്ലോ. ഇപ്പോൾ ബൗൺസ്, റോക്ക്, റോളർ സ്കേറ്റ്, വേവ്, അത് ഓരോന്നും എന്താണെന്നും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റെപ്സിലേക്ക് കയറുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നും. അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ഗ്രൂവ് ഉണ്ടല്ലോ. ഈ ഗ്രൂവിനെ നമുക്ക് ഒരു 4 രീതിയിൽ ചെയ്യാം. അപ്പം അപ്പ് ആൻഡ് ഡൗൺ മോഷനെയാണ് ബൗൺസ് എന്ന് പറയുന്നത്. നമ്മൾ ബൗൺസ് എന്ന് കേൾക്കുമ്പോൾ എന്തോ ബോള് ബൗൺസ് ചെയ്യുക, ആ സെയിം എന്തോ അപ്പ് ആൻഡ് ഡൗൺ ആ ഒരു മൂവ്മെന്റിനെയാണ് പറയുന്നത് ഈ ബൗൺസ് എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ ബോഡി മൂവ് ചെയ്യുന്നതാണ് ബൗൺസ്. പിന്നെ ഉള്ളത് റോക്ക് വരും. റോക്ക് എന്ന് പറയുന്നത് നമ്മളിപ്പോ അപ്പ് ആൻഡ് ഡൗൺ ചെയ്തു. പിന്നെ ഉള്ളത് ഫോർവേഡ് ബാക്ക്വേർഡ് അല്ലെ സൈഡ് വേസ് ഉള്ള മൂവ്മെന്റ്സിനെയാണ്, ആ ഗ്രൂവിനെയാണ് ഈ റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് റോളാണ്. റോൾ എന്ന് പറയുന്നത് നമ്മളിപ്പം അപ്പ് പഠിച്ചു, ഫോർവേഡ് ബാക്ക്വേർഡ് സൈഡ് വേസ് പഠിച്ചു. ഇനിയുള്ളത് സർക്കുലർ ആയിട്ടുള്ളതിനാണ് റോൾ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് സ്കേറ്റ്. ഈ സ്കേറ്റ് നമ്മളിപ്പോ എല്ലാം ഒരു സ്റ്റേഷനറി ആയിട്ട് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ്. അതിന്റെ മൂവ്മെന്റ് കൊണ്ടുവരുന്നതാണ് സ്കേറ്റ് എന്ന് പറയുന്നത്. അതായത് ഗ്ലൈഡ് ചെയ്തുള്ള മൂവ്മെന്റ്സ് ആയിരിക്കും. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക, ഇവിടെ നിന്ന് ചെയ്യുക, സ്റ്റെപ്പ് വെക്കുകയല്ല, ഗ്ലൈഡ് ചെയ്യുമായിരിക്കും. നമ്മള് ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പ് വെക്കുകയല്ല, ഗ്ലൈഡ് ചെയ്യുമായിരിക്കും. അതാണ് സ്കേറ്റ് എന്ന് പറയുന്നത്. സ്കേറ്റ് എന്ന വാക്ക് പറയുന്ന പോലെ തന്നെ സ്കേറ്റിംഗ് പറഞ്ഞ. പിന്നെ വേവിലേക്ക് നമ്മൾ വേവ് അഡീഷണൽ ആയിട്ട് നമുക്ക് വേവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 ഫൗണ്ടേഷനിൽ കൂടെയാണ് നമുക്ക് ഇതിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറയുമ്പോൾ ഹിപ്പ് ഹോപ്പിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ ഫാദറിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റുകയില്ല അല്ലേ? ഇപ്പം DJ കൂൾ ഹെർക്ക് എന്നാണ് ഹിപ്പ് ഹോപ്പിന്റെ ഫാദർ. പിന്നെ അതുപോലെ നമുക്കിനി ഇതിന്റെ ബേസ് സ്റ്റെപ്സിലേക്ക് കടക്കാം. അധികം ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. നമ്മൾ ആ വാക്കുകളും വേർഡ്സും ഒക്കെ നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക. നമുക്കിതിൻ്റെ ബേസിക് സ്റ്റെപ്സ് അപ്പം ഇന്ന് എനിക്ക് തോന്നുന്ന ഒരു 1-2 സ്റ്റെപ്സ് നമുക്ക് പഠിക്കാം. ഇങ്ങനെ ഇതിൻ്റെ ഓരോ എപ്പിസോഡിലും നമ്മൾ സ്റ്റെപ്സ് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതിൻ്റെ ആ ഓർഡറിൽ തന്നെയായിരിക്കും സ്റ്റെപ്സുകൾ വരുന്നത്. അപ്പം ജെറി റെഡിയാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാം. നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ബൗൺസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ബോൾ ബൗൺസ് ചെയ്യുന്നത് പോലെ നമ്മുടെ ബോഡി ബൗൺസ് ചെയ്യുന്നതിനാണ് ഈ സ്റ്റെപ്പ് ചെയ്യുന്നത്. ബോൾ ഇങ്ങനെ ബൗൺസ് ചെയ്യും, അതുപോലെ ബോഡി ഇങ്ങനെ ബൗൺസ് ചെയ്യും. ഈ ബൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ നീസ് ബെൻഡ് ചെയ്യും. ഒത്തിരി ബെൻഡ് ചെയ്യൽ, ലൈറ്റായിട്ട്. പിന്നെ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബോഡി ഒരിക്കലും സ്റ്റിഫ് ആക്കല്, ലൂസായിരിക്കണം. നമ്മൾ ലൂസായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യണം. ഒത്തിരി ബെൻഡ് ചെയ്യുകയും ചെയ്യല്, ചെറുതായിട്ടും അല്ല, നമ്മളൊരു മീഡിയം ലെവലിൽ കീപ്പ് ചെയ്യണം. ഇതാണ് ബൗൺസ് എന്ന് പറയുന്നത്. ഈ ബൗൺസ് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. നമുക്ക് അപ്വേർഡ് ബൗൺസ് ഉണ്ട്, ഡൗൺവേർഡ് ബൗൺസ് ഉണ്ട്. അപ്വേർഡ് ബൗൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ ഇതായിരിക്കും. അപ്പോൾ നമ്മൾ 1 കൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അപ്പിലോട്ട് പോകും. ഓക്കെ, 1 2 3 4 ഇതാണ് അപ്വേർഡ് ബൗൺസ്. ഡൗൺവേർഡ് ബൗൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡി ഇനിഷ്യൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കും. 1 വരുന്നത് താഴോട്ടായിരിക്കും. 1 ഓക്കെ, 1 2 3 4 ഇതാണ് രണ്ടിൻ്റെയും വ്യത്യാസം.
നമ്മളിത് ചെയ്യുമ്പോഴത്തേക്ക് അപ്വേർഡ് ബൗൺസ് എന്ന് പറയുമ്പോൾ 1 2 3 4 മേളോട്ടാണ് ബൗൺസ് ചെയ്യുന്നത്. ഡൗൺവേർഡ് ബൗൺസ് എന്ന് പറയുമ്പോൾ നമ്മൾ താഴോട്ട് 1 2 3 4. ഓക്കെ, ഇതാണ് ബൗൺസിൻ്റെ 2 ടൈപ്സും. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റോക്കാണ്. നമ്മൾ ബൗൺസ് പഠിച്ചു, അപ്വേർഡ് ഡൗൺവേർഡ് മോഷൻ. ഇനി റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 രീതിയിലുണ്ട്. സൈഡ് ടു സൈഡ് ഉണ്ട്, ഫോർവേഡ് ബാക്ക്വേർഡ് ഉണ്ട്. അപ്പം നമ്മൾ ബൗൺസ് ഒരു എക്സ് ആക്സിസ് ആണെങ്കിൽ റോക്ക് എന്ന് പറയുമ്പോൾ വൈ ആക്സിസും വരും, ഇസഡ് ആക്സിസും വരും. ഓക്കെ, സൈഡ് ടു സൈഡ്, ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ്. റോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പർ ബോഡി ഫോർവേഡ് ലീൻ ചെയ്യും, ബാക്കിലോട്ടും ലീൻ ചെയ്യും. ഓക്കെ, 1 2. ഈ അപ്പർ ബോഡി പോകുമ്പം ലോവർ ബോഡി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്യുമ്പം ലോവർ ടോർസോ ബാക്കിലോട്ട് പോകും. അപ്പർ ബോഡി ബാക്കിലോട്ട് ലീൻ ചെയ്യുമ്പോൾ ലോവർ ടോർസോ ഫ്രണ്ടിലോട്ട് പോകും. ഇങ്ങനെയാണ് നമ്മൾ റോക്ക് ചെയ്യുന്നത്. റോക്ക് സൈഡിലോട്ട് ചെയ്യുമ്പോഴും സെയിം പ്രോസസ്സാണ്. നമ്മൾ ഇങ്ങോട്ട് ഒരു സൈഡിലോട്ട് ലീൻ ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ലോവർ ബോഡി പോവും, തിരിച്ചും അങ്ങനെ പോവും. ഓക്കെ, ഈ റോക്കിനും നമ്മൾ ബൗൺസ് പഠിച്ചതുപോലെ തന്നെ ഫോർവേഡും ബാക്ക്വേർഡും റോക്കുണ്ട്. ഫോർവേഡ് റോക്കിൽ ഫസ്റ്റ് കൗണ്ട് വരുന്നത് നമ്മൾ ഫോർവേഡ് ലീൻ ചെയ്യുന്നതാണ്, 1 2 3 4. പിന്നെ ബാക്ക്വേർഡ് റോക്കിന് വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് കൗണ്ട് വരുന്നത് ബാക്കിലോട്ടായിരിക്കും, 1 2 3 4. ഒന്നുകൂടെ ഫോർവേഡ് റോക്ക് 1 2 3 4. ബാക്ക്വേർഡ് റോക്ക് 1 2 3 4. ഓക്കെ, നമുക്കൊരു ഇത്രയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി ബൗൺസും റോക്കും തമ്മിലുള്ള വ്യത്യാസം കാണിക്കാം. ഇപ്പം ഇതാണ് മൂവ്മെൻറ്റ്. ഇതിനകത്ത് ബൗൺസും റോക്കും ആഡ് ചെയ്ത് കാണിക്കാം. ബൗൺസ് ചെയ്യുന്നതാണ്, ഇത് ബൗൺസ് ആണ്. 1 2 3 4 5 6 7 8. ഇനി ഇതിനകത്ത് റോക്ക് ആഡ് ചെയ്യുമ്പോൾ 1 2 3 4 5 6 7 8. ഇതാണ് റോക്കും ബൗൺസും തമ്മിലുള്ള വ്യത്യാസം. വളരെ സിമ്പിളായിട്ട് തന്നെ ജെറി അത് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. ഞാൻ ഒന്നുകൂടെ ബ്രീഫ് ചെയ്യുവാണ്, കാരണം ഞങ്ങൾ മനസ്സിലാക്കിയത് ശരിയാണോ എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്ന് 2 ടൈപ്പാണ് പഠിച്ചത്. ഒന്ന് ബൗൺസ് എന്ന് പറയുമ്പോൾ ബോഡി ബൗൺസ്, ഒരു ബൗൺസ്, ബോൾ ബൗൺസ് ചെയ്യുന്ന മാതിരിയുള്ള മൂവ്മെൻറ്റ്സ്. 2 റോക്കായിരുന്നു. റോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സൈഡ്, ഫ്രണ്ട്, ബാക്ക് നമ്മൾ കീപ്പ് ചെയ്ത് മൂവ് ചെയ്യുന്നതിനാണ് റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഗ്രൂവിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു. ഗ്രൂവ് എന്ന് പറയുമ്പോൾ സ്റ്റൈൽ ഓഫ് ഡൂയിങ് അല്ലേ, അതല്ലേ ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ സ്റ്റൈല്. ഈ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന ഹിപ്പ് ഹോപ്പിനാണെങ്കിലും വേറെ ഏത് കലാരൂപത്തിനാണെങ്കിലും ഒരു ആർട്ടിസ്റ്റിന് ഏറ്റവും കൂടുതൽ ഫ്രീഡം ഫോർ എക്സ്പ്രഷൻ അത് മതിപോളം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നമ്മൾക്ക് എങ്ങനെയൊക്കെ ഇത് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതിന് മാക്സിമം ഫ്രീഡം തരുന്നൊരു കലാരൂപം തന്നെയാണ് ഈ ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം ഹിപ്പ് ഹോപ്പ് നമ്മൾ ഇന്ന് പഠിച്ചു തുടങ്ങി. ഇനി നമ്മൾ ഓരോ എപ്പിസോഡിലും ഇത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളും ഞങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ മുന്നോട്ടുള്ള ഈ ഒരു പ്രയാണം നടത്തുന്നത്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച 2 മൂവ്മെൻറ്റ്സും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, നമുക്ക് എങ്ങനെ ബേസ് എന്തെങ്കിലും എക്സസൈസ് എന്തെങ്കിലും ഇവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവുമോ? നമ്മളെല്ലാ ഡാൻസും ചെയ്യുന്നതിന് മുമ്പ്, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യുന്നത് പോലെ തന്നെ നമ്മൾ ഹിപ്പ് ഹോപ്പിനും വാമപ്സ് ഉണ്ട്. അതിലൊരു 2 വാമപ്പ് എക്സസൈസ് കൂടെ നമുക്ക് ഇതിലൊന്ന് പറഞ്ഞു കൊടുത്താൽ യൂസ്ഫുൾ ആയിരുന്നു. ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ കൈയും കാലും ഒക്കെ ഒന്ന് അനങ്ങാതിരിക്കുന്നവരൊക്കെ ഒന്ന് അനങ്ങി വരണ്ടേ. ചിലപ്പോൾ ഒരു പക്ഷേ നന്നായി നൃത്തം ചെയ്യുന്നവരായിരിക്കാം ഒരു പക്ഷേ നമ്മളെ ഇത് ഫോളോ ചെയ്ത് പോകുന്നത്. ഇനി ഇതൊന്നും ഇല്ലാതെ ഒരു ആഗ്രഹം കൊണ്ട് വരുന്നവരുണ്ടാവും. അവർക്ക് ചിലപ്പോൾ ഒരു എക്സസൈസ് കൂടെ കൊടുത്താൽ ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നി. ഒരു 2 സ്റ്റെപ്സ് എന്തെങ്കിലും, സ്റ്റെപ്സ് അല്ല എക്സസൈസ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ ഉപകാരമായിരുന്നു. 2 സെറ്റ്സ് പറഞ്ഞുതരാം. അതായത് ഒന്ന്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാമപ്പ് ചെയ്യാൻ, ബോഡി ഹീറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജമ്പ് ചെയ്യുക, ജമ്പിങ് ജാക്സ് ചെയ്യുക. ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ ബൗൺസ് ചെയ്യുന്ന, ജമ്പ് ചെയ്യുന്ന 1 2 3 കൗണ്ട് പറഞ്ഞു തന്നെ നമ്മൾ ജമ്പ് ചെയ്യണം അല്ലേ. അത് നമ്മുടെ മാക്സിമം നമ്മൾ എത്ര എണ്ണം ചെയ്യേണ്ടി വരും? സെക്കൻഡ് വെച്ച്. ഇപ്പൊ 30 സെക്കൻഡ് ജമ്പ് ചെയ്ത് 30 സെക്കൻഡ് ജമ്പിങ് ജാക്സ് ചെയ്ത് ഇങ്ങനെ കുറച്ച് ജമ്പിങ് മൂവ്മെന്റ്സ് ചെയ്ത് കഴിഞ്ഞ് നമ്മളൊന്ന് റിലാക്സ് ആയ ശേഷം നമ്മൾ വാമപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം റൊട്ടേഷന് സ്ട്രെച്ച് ചെയ്യുന്നത്. റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹെഡ് റൊട്ടേഷൻ വരും, റിസ്റ്റ് റൊട്ടേഷൻ, ഷോൾഡർ, പിന്നെ ഹിപ്പ്, ആംഗിള്, ഇതെല്ലാം നമ്മൾ റൊട്ടേറ്റ് ചെയ്യും. അത് ഒരു 8 കൗണ്ട് അങ്ങോട്ട് റിവേഴ്സ്. അപ്പം ഈ ഒരു എപ്പിസോഡിൽ നമുക്ക് 2 സെറ്റ് ബോഡി എക്സസൈസ്. ഫസ്റ്റ് ജമ്പിങ് എക്സസൈസ്,
ഒരു 8 കൗണ്ട് വെച്ചിട്ട് നമ്മളെല്ലാം സെക്കൻഡ്സ് വെച്ച് ചെയ്യുക. പിന്നെ നമ്മൾ കൈയൂടെ ഉപയോഗിച്ച് ജമ്പ് തന്നെ ചെയ്യുക അല്ലേ, ആ രണ്ടാമത്തേത്. 3 റൊട്ടേഷൻ, നെക്ക് റൊട്ടേഷൻ, ഷോൾഡർ റൊട്ടേഷൻ, ഹിപ്പ് റൊട്ടേഷൻ, ആംഗിൾ റൊട്ടേഷൻ. അപ്പം അത്രയും കൂടെ ചെയ്യുക എക്സസൈസ് എന്നുള്ള രീതിയിൽ. ബാക്കിയുള്ളത് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. എനിക്കൊന്ന് കുറച്ച് നേരമായി എപ്പിസോഡ് ശ്രദ്ധിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുവരെ ഞങ്ങളുടെ കൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചതിന് വളരെ സന്തോഷം. നമുക്ക് തുടർന്നും ഈ ഒരു ഹിപ്പ് ഹോപ്പ് എന്ന് പറയുന്ന നൃത്തരൂപം നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പം വളരെ സന്തോഷം. അടുത്തൊരു എപ്പിസോഡ് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.